അപ്പൊ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം സീരീസിലെ ആദ്യത്തെ റെസിപ്പി നല്ല നാടൻ അവിയലാണ് കേട്ടോ. അവിയൽ തയ്യാറാക്കാൻ വേണ്ടി പച്ചക്കറികളെല്ലാം ഇതുപോലെ നല്ല നീറ്റായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത പച്ചക്കറികൾ നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഇനി ഇതിലേക്ക് ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ചിരുകിയ തേങ്ങ, ജീരകം, ചെറിയുള്ളി, ഞാനിവിടെ സവോളയാണ് യൂസ് ചെയ്യുന്നത്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഒത്തിരി ഫൈൻ പേസ്റ്റ് പോലെ അരയ്ക്കരുത്. അവിയലിൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ. ഇനി ഒതുക്കിയെടുത്ത അരപ്പ് നമ്മുടെ അവിയലിലെ വെള്ളമെല്ലാം ഇപ്പൊ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി മൂടി മാറ്റി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കുമ്പോൾ അതൊട്ടും പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ അവിയൽ ഇവിടെ റെഡിയാണ്. റെസിപ്പി ഇഷ്ടമായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം മിനുസ് മെനു.